ആഘോഷങ്ങൾ ഏതുമാകട്ടെ BM സൂപ്പർ വാലിയോടൊപ്പം. മാത്രമല്ല, സ്കൂൾ തുറക്കുന്ന സീസണായാലും മറ്റ് ഏത് വീട്ടാവശ്യങ്ങൾക്കും BM സൂപ്പർ വാല്യൂവിൽ നിന്നും ഈ സ്കീമിലൂടെ പർച്ചേസ് ചെയ്യാം. BM സൂപ്പർ വാല്യൂ അവതരിപ്പിക്കുന്നു സ്പെഷ്യൽ ആഘോഷ പദ്ധതി. 250 രൂപ നിങ്ങൾക്ക് മാറ്റിവെക്കാനുണ്ടോ? എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: ആഴ്ചയിൽ 250 രൂപ വെച്ച് ഈ പദ്ധതിയിലേക്ക് അടയ്ക്കുക. അതിനൊപ്പം BM സൂപ്പർ വാല്യൂ നിങ്ങൾക്ക് തരുന്ന അടിപൊളി 1000 രൂപയുടെ ബോണസും. അതായത് നിങ്ങൾ അടച്ചത് 12,000 രൂപ, ബോണസ് അടക്കം കിട്ടുന്നത് 13,000 രൂപ. ഈ 13,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ അങ്ങ് സ്വന്തമാക്കാം. TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ എന്നീ ഹോം അപ്ലയൻസുകളാണോ ആവശ്യം? അതിനും പോം വഴിയുണ്ട്. അതിനായി പ്രത്യേക പ്ലാനുകളുണ്ട്. ഓണത്തിന് പുതിയ ഫാഷൻ ട്രെൻഡി വസ്ത്രങ്ങൾ വാങ്ങാനുള്ള പ്രത്യേക പ്ലാനുകളും BM സൂപ്പർ വാല്യൂ നിങ്ങൾക്ക് മുന്നിലെത്തിക്കുന്നു. ആകർഷകമായ ഈ പ്ലാനുകളെ കുറിച്ച് അറിയുവാനും ഈ പദ്ധതിയിൽ അംഗമാകാനും ഇപ്പോൾ തന്നെ സൂപ്പർ വാല്യൂവുമായി ബന്ധപ്പെടുക. കൊണ്ടാഴി കുത്താമ്പുള്ളി മായന്നൂർ പാലം ഉദ്ഘാടനത്തിന് സജ്ജമായി. കിഫ്ബി ധനസഹായത്തോടെ നിർമ്മിച്ച പാലം യാഥാർത്ഥ്യമാകുന്നതോടെ ഗായത്രി പുഴയുടെ ഇരുകരയിലുമുള്ള ജനങ്ങളുടെ യാത്രാ ദുരിതത്തിന് അറുതിയാകും. നാടിന്റെ ചിരകാല സ്വപ്നമായ കൊണ്ടാഴി കുത്താമ്പുള്ളി മായന്നൂർ പാലം യാഥാർത്ഥ്യമാകുന്നു. നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് ഉദ്ഘാടനത്തിനൊരുങ്ങുന്ന പാലത്തിന്റെ അവസാന മിനുക്കുപണികൾ അതിവേഗം പുരോഗമിക്കുകയാണ്. കൊണ്ടാഴി പഞ്ചായത്തിനെയും തിരുവല്ലോമല പഞ്ചായത്തിനെയും ബന്ധിപ്പിച്ചുകൊണ്ട് ഗായത്രി പുഴയ്ക്ക് കുറുകെയാണ് കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി 33.14 കോടി രൂപ ചെലവിൽ ഈ പാലം നിർമ്മിച്ചിരിക്കുന്നത്. ഗതാഗത സൗകര്യം വർദ്ധിക്കുന്നതോടെ കുത്താമ്പുള്ളി കൈത്തറി മേഖലയ്ക്കും പൊതുജനങ്ങൾക്കും ഇത് വലിയ വികസന സാധ്യതകൾ തുറന്നു നൽകും. കൊണ്ടാഴി പഞ്ചായത്തിനെയും തിരുവല്ലോമല പഞ്ചായത്തിനെയും ബന്ധിപ്പിക്കുന്ന ഒരു വലിയ വികസനമാണ് ഇവിടെ സഫലീകരിക്കാൻ പോകുന്നത്. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ഏതെല്ലാം കാലത്ത് ഇവിടെ ഭരണത്തിൽ വന്നിട്ടുണ്ടോ ആ ഘട്ടങ്ങളെല്ലാം തന്നെ വികസനത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെൻറ്റും വിശിഷ്യ ചേലക്കരയിലെ തിരഞ്ഞെടുക്കപ്പെട്ട ഇടതുപക്ഷ മെമ്പർമാരും കെ രാധാകൃഷ്ണനായാലും UR പ്രദീപായാലും ഈ നാടിൻ്റെ വികസനത്തിന് ഇതം വരെയുള്ള കാലത്ത് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായി ഏറെ വികസന പ്രവർത്തനം നടത്തിയതിൻ്റെ ഒരു നേർസാക്ഷ്യമാണ് ഈ മായന്നൂർ കുത്താമ്പള്ളി പാലം ഇവിടെ തുറക്കാൻ പോകുന്നത്. നിയമസഭയുടെ കാലാവധി, നിയമസഭയുടെ സമ്മേളനത്തിൻ്റെ ദിവസം കഴിഞ്ഞ ഉടൻ തന്നെ ഇതിന് ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ വേണ്ടിയുള്ള ആലോചനയിലാണ് നടക്കുന്നത്. കുത്താമ്പള്ളി മായന്നൂർ എന്ന് പറയുന്ന പ്രദേശത്തിൻ്റെ കുത്താമ്പള്ളി കയറ്റിയുടെ വ്യവസായം വളരെ വലിയ വികസനത്തേക്ക് പോവുകയാണ്. കുത്താമ്പള്ളിയിലേക്ക് കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിലേക്ക് എത്തിച്ചേരുന്ന ആളുകൾക്ക് ട്രെയിൻ ഇറങ്ങി വളരെ എളുപ്പമാർഗം കുത്താൻ എത്തിച്ചേരാവുന്ന ഒരു പാലം കൂടിയാണത്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ച ഒരു പ്രസിഡന്റും ബ്ലോക്ക് ബസ് സൂചിപ്പിച്ചതുപോലെ വിദ്യാർത്ഥികളുടെ ദുരിതപൂർണ്ണ യാത്ര പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് കെ രാധാകൃഷ്ണൻ ഇങ്ങനത്തെ ഒരു ബൃഹത്തായ പദ്ധതി നടപ്പിലാക്കാൻ തീരുമാനിച്ചത്. തുടർന്ന് വന്ന UR പ്രദീപ് അതിൻ്റെ പിന്നിൽ അതിശക്തമായ നിലപാട് സ്വീകരിച്ച ഭാഗമായിട്ടാണ് ഇന്ന് ഈ പാലം ഇവിടെ വരാൻ തീരുമാനിച്ചത്. നിരവധി സർക്കാരുകൾ മാറി വന്നപ്പോൾ കാലതാമസം വന്നിരുന്നു. എന്നാൽ വീണ്ടും ഇടതുപക്ഷ സർക്കാർ തന്നെ വന്നപ്പോൾ ഈ പാലം നിർമ്മാണ പ്രത്യേകം. തുടർന്ന് തിരുവല്ലാമയ്ക്ക് വേറൊരു പാലം കൂടി കൊണ്ടായി വരാൻ പോവുകയാണ്. പുഴയ്ക്ക് കുറുകെയുള്ള പ്രധാന പാലത്തിന് പുറമെ അനുബന്ധ റോഡുകളിലെ 2 പാലങ്ങളും അപ്രോച്ച് റോഡും ഉൾപ്പെടുന്നതാണ് ഈ ബൃഹത് പദ്ധതി. ഒറ്റപ്പാലത്തേക്കുള്ള ദൂരം 5 കിലോമീറ്ററായി കുറയുന്നതോടെ യാത്രാ ക്ലേശത്തിന് വലിയ പരിഹാരമാകും. മായന്നൂർ സ്കൂളിലേക്ക് കടത്തുതോണിയെ ആശ്രയിച്ചിരുന്ന വിദ്യാർത്ഥികൾക്ക് ഇനി സുരക്ഷിതമായി വിദ്യാലയങ്ങളിലെത്താം. പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM പ്രശാന്തി, മായന്നൂർ കുത്താമ്പുള്ളി പാലം എന്നുള്ളത് മായന്നൂരുകാരുടെയും അതുപോലെ തന്നെ കുത്താമ്പുള്ളിക്കാരുടെയും ഒരു ചിരകാല സ്വപ്നമാണ്. അതാണ് ഇന്നിവിടെ പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അവസാന മിനുക്ക് പണികളിലൂടെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെ അടുത്ത ദിവസം തന്നെ നമുക്കതിൻ്റെ ഉദ്ഘാടനം നടത്തുകയും അതുപോലെ തന്നെ ഈ പാലം ഇവിടുത്തെ ജനങ്ങൾക്ക് തുറന്നു കൊടുക്കുകയും വേണം. അതിനാവശ്യമായിട്ടുള്ള നമ്മുടെ ഉദ്ഘാടകനായിട്ടുള്ള നമ്മുടെ പൊതുമരാമത്ത് വകുപ്പിൻ്റെ മന്ത്രി കൂടിയായിട്ടുള്ള നിയമസഭ കഴിഞ്ഞാലുള്ള അടുത്ത ദിവസം തന്നെ ഒരു ഡേറ്റ് നമ്മൾ അതിനുവേണ്ടി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ പാലം ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുക്കും. അതിലുപരി നമുക്കറിയാം നമ്മുടെ ിലേക്ക് വളരെ കാലങ്ങളായി കുട്ടികൾ പുഴ കടന്ന് അതുപോലെ തന്നെ കടത്തു തോണിയിലൂടെയുമാണ് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അതിനൊക്കെ തന്നെ ഒരു അറുതി വരികയാണ്. അതോടൊപ്പം തന്നെ കുത്താമ്പള്ളിയിലെ വ്യവസായമായിട്ടുള്ള കൈത്തറി അതിൻ്റെ ഒരു വലിയ സാധ്യത തുറക്കപ്പെടുകയാണ്. അതിലൂടെ തന്നെ നമ്മുടെ മായന്നൂർക്കാർക്കും ഒട്ടനവധി തന്നെ യാത്രാ സൗകര്യവും ഒക്കെ ഉണ്ടാവുകയാണ്. കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PK സത്യഭാമ, മായന്നൂർ പാലം
ചിരകാല അഭിലാഷം തന്നെയാണ്. വളരെ കാലമായിട്ടുള്ള ആഗ്രഹമാണ്. പ്രത്യേകിച്ച് സ്കൂൾ കുട്ടികൾക്ക് തോണി കടന്നു പോകുന്നത് വളരെ പ്രയാസമുള്ള കാര്യമായിരുന്നു. അതിനൊരു മാറ്റം വന്നു. അതുപോലെ തന്നെ കുത്താമ്പള്ളിക്കാർക്ക് ഒറ്റപ്പാലത്തേക്ക് പോകാൻ കിലോമീറ്റർ താണ്ടുന്നത് വെറും 5 കിലോമീറ്റർ കൊണ്ട് ഒറ്റപ്പാലത്തെത്താം. പിന്നെ മായന്നൂരിൽ നിന്ന് കുറേ പേർ ജോലിക്ക് വേണ്ടി കുത്താമ്പള്ളിക്ക് നെയ്ത്തിനും മറ്റുള്ള പണികൾക്കായിട്ട് പോകുന്നുണ്ട്. ഗ്രാമപഞ്ചായത്ത് അംഗം PR വിശ്വനാഥൻ എന്നിവർ നിർമ്മാണ പുരോഗതി വിലയിരുത്തി. CCB ന്യൂസ് കൊണ്ടാഴി.